ഹലോ ഫ്രണ്ട്സ്, ഞാൻ ബ്ലസ്സി സാജു. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പെൻറ്റാൻസ് ഡേ ഒരു ടിപ്സ് പറയാൻ പോവാം. ഇപ്പം ഇത് നല്ല ഫുൾ പോട്ടിനകത്ത് കിളിച്ച് നിൽക്കുന്നു. അപ്പം ഇതിന് ഞാൻ ഒരു ടിപ്സ് പറയാൻ പോവാം. നമുക്ക് നോക്കാം. ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പം നല്ല ഫ്ലവറിങ് സമയത്ത്, ഈ റെയിനി സീസണിൽ നല്ല ഫ്ലവറിങ് ആകുന്ന സമയത്ത്, പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റാം ചില സ്ഥലത്തേ ഉള്ളൂ ഫ്ലവറിങ്, ചില സ്ഥലത്ത് കാണാനില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്തുവാ, നമ്മളെന്തെടുക്കും, പൂ കിളിച്ച് കഴിയുമ്പം അത് അതുപോലെ അങ്ങനെ നിർത്തി നിൽക്കും. നമ്മൾ വിചാരിക്കും നിൽക്കട്ടെ എന്ന്, പക്ഷേ അത് തെറ്റായി. ഇപ്പം നോക്കി, ഇതിനകത്ത് പൂ തീർന്നു കഴിഞ്ഞു, അത് അതുപോലെ നിൽക്കുന്നു. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ പറിച്ചില്ല, ഇത് ഞാൻ വീഡിയോ ഉണ്ടാക്കാൻ മാത്രമേ ഇത് നിർത്തിയേക്കുക, അല്ലെങ്കിൽ ഞാൻ ഇത് കട്ട് ചെയ്തേക്കണം. നിങ്ങൾക്ക് ഇത് കാര്യം പറഞ്ഞു തരാനാണ് ഞാനിത് നിർത്തിയേക്കും. അപ്പം എന്തെടുക്കണം, നിങ്ങൾക്ക് ഇത് തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഇവിടുന്ന് നിങ്ങൾ പിഞ്ച് ചെയ്യണം. അത് പിഞ്ച് നിങ്ങൾ സീസർ വെച്ച് കട്ട് ചെയ്യണം, കൈ വെച്ച് പറിക്കല്ലേ. ഞാനിങ്ങനെ പറിച്ചു പോയി, പക്ഷേ സീസർ വെച്ച് കട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിർത്തല്ലേ. ഇത് നിർത്തിയാടില്ലയോ ഫ്രണ്ട്സ്, പൂ ഇത് വർദ്ധിക്കത്തില്ല. ഇത് സീഡിൻ്റെ പ്രോസസ്സിങ്ങിൽ അങ്ങ് പോവും. അപ്പം നമുക്ക് അത്രയും സീഡ് കിട്ടത്തുമില്ല. ഇതിൻ്റെ സീഡ് നല്ല കൊച്ചു സീഡാണ്, അപ്പം സമയമെടുക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തെടുക്കണം, ഇതിന് ബെസ്റ്റ് ഇതിൻ്റെ ഇഷ്ടം വെച്ച് നിങ്ങൾക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാം. അതുകൊണ്ട് സീഡ് വെക്കേണ്ട ഒരാവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ പൂ വേണമെങ്കിൽ നിങ്ങൾ ഇത് പൂ തീർന്നു കഴിഞ്ഞാൽ ഉടനെ ഇത് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് നല്ല ഫ്ലവറിങ് കിട്ടും. നല്ല മൊത്തം പോട്ട് നിറച്ച് നിങ്ങൾക്ക് ഇതുപോലെ കിട്ടും. ഇതിനകത്ത് ഇത് മൊത്തം നിറച്ച് നിൽക്കണമായിരുന്നു, പക്ഷേ അത് ഡെഡ് ഫ്ലവർ ഒന്നും ഞാൻ കട്ട് ചെയ്തില്ല. അതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് പൂ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഈ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് നിറച്ച് പോട്ട് നിറച്ച് പൂ കിട്ടും. താങ്ക് യു സോ മച്ച്.